ഹായ് എവരി വൺ, വെൽക്കം ടു ഓൾ. +1 കെമിസ്ട്രിയിലെ ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 4 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തുടർന്നുള്ള ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യുന്നതിനും +1 എക്സാമിന് ശേഷം +2 കെമിസ്ട്രിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നതിനും തീർച്ചയായും നിങ്ങളുടെ എല്ലാം ലൈക്കും ഷെയറും സപ്പോർട്ടും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സയൻസ് വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. തുടർന്നും ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നതിനായി ഇന്ന് നമ്മൾ ഒരൊറ്റ വായനയിലൂടെ തന്നെ ഈസിയായി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന അവസാന ചാപ്റ്റർ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. അതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിലെ 3 മാർക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇതിലെ പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിനു മുമ്പായി ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകളായിരുന്നു ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ, അതായത് അറ്റ്മോസ്ഫെറിക് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ ആസിഡ് റെയിൻ. ഈ 3 പ്രതിഭാസത്തെക്കുറിച്ചും പഠിക്കണം. അടുത്ത ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത് വാട്ടർ പൊല്യൂട്ടൻ്റ് ആണ്. വാട്ടർ പൊല്യൂട്ടൻറ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് BOD ആണ്, അതായത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അവസാന ഫോക്കസ് ഏരിയയാണ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. ഇത്രയും ഭാഗങ്ങളെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ എന്നുള്ളൂ. അപ്പോൾ കുറഞ്ഞ ഭാഗങ്ങളേ ഉള്ളൂ. ആ ഭാഗങ്ങൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. 2018 ജൂലൈയിലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, വിച്ച് പൊല്യൂട്ടൻ്റ് ഇൻ വാട്ടർ കോസസ് ബ്രൗൺ മോട്ട്ലിംഗ് ഓഫ് ടീത്ത്? വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് പല്ലുകൾക്ക് ബ്രൗൺ മോട്ട്ലിംഗ് വരുന്നതിന് കാരണമായിട്ടുള്ള പൊല്യൂട്ടൻ്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന പോയിൻ്റാണിത്. പല്ലുകളുടെ ബ്രൗൺ മോട്ട്ലിങ്ങിന് കാരണമാകുന്നത് ഫ്ലൂറൈഡ് അയോണാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്ലൂറൈഡ് അയോണാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2017 എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഇൻ അന്റാർട്ടിക്ക ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദ കോമ്പൗണ്ട്. അന്റാർട്ടിക്കയിൽ ഓസോൺ ലെയർ ശോഷണത്തിന് കാരണമായിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ് എന്നുള്ളത് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അക്രോലിൻ ഉണ്ട്, ഫോമാൽഡിഹൈഡ് ഉണ്ട്, SO2 ആൻഡ് SO3 ഉണ്ട്, ക്ലോറിൻ നൈട്രേറ്റ് ഉണ്ട്. അന്റാർട്ടിക്കയിൽ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള കോമ്പൗണ്ടാണ് ക്ലോറിൻ നൈട്രേറ്റ് അല്ലേ. സിമ്പിളാണ്. അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. മാർച്ച് 2018 ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, നെയിം ദ ടൈപ്പ് ഓഫ് സ്മോക്ക് ജനറലി ഫോംഡ് ഡ്യൂറിങ് കൂൾ ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. കൂൾ ഹ്യൂമിഡ് കണ്ടീഷനിൽ ഫോം ചെയ്യുന്ന സ്മോക്കിൻ്റെ പേര് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 3 പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. ക്ലാസിക്കൽ സ്മോക്ക്, ഓർ റെഡ്യൂസിങ് സ്മോക്ക്, ഓർ ലണ്ടൻ സ്മോക്ക്. ഈ 3 പേരിൽ അത് അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പേര് എഴുതി വെച്ചാൽ അതിനുള്ള ആൻസർ ഒറ്റ മാർക്കിനുള്ള ചോദ്യമാണ്. കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റിൽ ഫോം ചെയ്യുന്ന സ്മോക്ക് ഏതാണെന്നുള്ളത്. ക്ലാസിക്കൽ സ്മോക്ക്, ഓർ റെഡ്യൂസിങ് സ്മോക്ക്, ഓർ ലണ്ടൻ സ്മോക്ക്. 2018 ജൂലൈയിലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഡിഫൈൻ ദ ടേം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD ആൻഡ് യൂട്രോഫിക്കേഷൻ. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്നുള്ളതും യൂട്രോഫിക്കേഷൻ എന്താണെന്നുള്ളതും ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. BOD എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ബാക്ടീരിയ ടു ബ്രേക്കിംഗ് ദ ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സർട്ടൺ വോളിയം ഓഫ് എ സാമ്പിൾ ഓഫ് വാട്ടർ ഈസ് കോൾഡ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഒരു നിശ്ചിത എമൗണ്ട് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് ബാക്ടീരിയകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ അളവിനെയാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ BOD എന്നുള്ള പേരിൽ വിളിക്കുന്നത്.
ദെൻ അതിൽ തന്നെ ചോദിച്ചതായിരുന്നു യൂട്രോഫിക്കേഷൻ്റെ ഡെഫിനിഷനും അല്ലേ. വാട്ട് ഈസ് യൂട്രോഫിക്കേഷൻ? The nutrient-enriched water bodies support a dense plant population which kills animal life by depriving it of oxygen and result in subsequent loss of biodiversity is known as eutrophication. ന്യൂട്രിയൻ-എൻറിച്ച്ഡ് വാട്ടറിൽ പ്ലാന്റിൻ്റെ പോപ്പുലേഷൻ കൂടുക, അതായത് നമുക്കറിയാം ഈ കുളത്തിൽ ഒക്കെ ഈ പായലുകളും അതുപോലുള്ള മറ്റു സസ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ടോപ്പിൽ കവർ ചെയ്തുകൊണ്ട് ഈ പായലുകൾ നിൽക്കും. അപ്പോൾ വെള്ളത്തിലേക്ക് ഓക്സിജൻ സപ്ലൈ കുറയും. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തിൽ ജീവിക്കുന്ന മറ്റു ആനിമൽസിന് ഓക്സിജൻ കിട്ടാതെ വരികയും അവ നശിച്ചു പോവുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് അങ്ങനെ അത് ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുക. സോ the nutrient-enriched water bodies support a dense plant population which kills animal life by depriving it of oxygen and resulting in subsequent loss of biodiversity is known as eutrophication. ആസിഡ് റെയിനുമായി ബന്ധപ്പെട്ട് മാർച്ച് 2019 3 മാർക്കിന് ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു വാട്ട് ഈസ് മീൻ ബൈ ആസിഡ് റെയിൻ? ബി. എക്സ്പ്ലെയിൻ ദ chemistry behind the formation of acid rain. C. What are the harmful effect of acid rain? അപ്പോൾ ഫോക്കസ് ഏരിയയിലെ ആസിഡ് റെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് 2015 മറ്റൊരു രീതിയിൽ ചോദിച്ച ചോദ്യമായിരുന്നു ദ താജ്മഹൽ ഇൻ ഇന്ത്യ ഹാസ് ബീൻ അഫക്റ്റഡ് ബൈ ആസിഡ് റെയിൻ. എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് ആസിഡ് റെയിൻ. ഓക്കെ, ആസിഡ് റെയിൻ എന്താണെന്നുള്ളത് നമ്മൾ 9ാം ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട് അല്ലേ. അന്തരീക്ഷത്തെ മലിനമാക്കുന്ന നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഒക്കെ ഡയോക്സൈഡുകൾ, സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡുകളൊക്കെ അന്തരീക്ഷത്തിലെത്തി അന്തരീക്ഷത്തിലുള്ള വാട്ടർ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മഴ പെയ്യുന്ന സമയത്തിലെ വെള്ളത്തിൽ ലയിച്ചിട്ട് മഴയുടെ സമയത്ത് ആ മഴയിൽ അലിഞ്ഞ ഈ ആസിഡും കൂടി ചേർന്നിട്ട് ഭൂമിയിലേക്ക് എത്തുക. അപ്പോൾ റെയിൻ വാട്ടറിൻ്റെ pH വാല്യൂ അപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, ആസിഡ് റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ താജ്മഹലിൻ്റെ ബ്യൂട്ടിയൊക്കെ നഷ്ടപ്പെട്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതാണ് ഇതിൽ നമ്മൾ സെക്കൻഡ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ വരുന്നത്. സോ വാട്ട് ഈസ് ആസിഡ് റെയിൻ? ഇഫ് ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ ഡ്രോപ്സ് ഈസ് ബിലോ 5.6 ഇറ്റ് ഈസ് കോൾഡ് ആസിഡ് റെയിൻ. അതായത് റെയിൻ വാട്ടറിൻ്റെ pH വാല്യൂ 5.6 കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആസിഡ് റെയിൻ എന്നുള്ള പേരിൽ വിളിക്കാം അല്ലേ. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ പ്രസൻസ് മൂലം നോർമൽ റെയിൻ വാട്ടറിൽ ഏകദേശം ഒരു 5.6 വരെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ 5.6 കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കുക. നോർമലായിട്ട് സ്ലൈറ്റ്ലി ആസിഡിക് ആണെങ്കിൽ കൂടി 5.6 കുറയുമ്പോൾ ആസിഡ് കണ്ടൻറ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ അതിനെ ആസിഡ് റെയിൻ എന്ന് വിളിക്കുക. പിന്നെ അതിൽ ബി പാർട്ടായി ചോദിച്ചിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദ കെമിസ്ട്രി ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് ആസിഡ് റെയിൻ. ആസിഡ് റെയിനിൻ്റെ പിന്നിലെ കെമിസ്ട്രി വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഓക്സൈഡുകളാണ് ഈ ആസിഡ് റെയിന് പ്രധാനമായിട്ടും കാരണമാവുന്നത്. സോ അത് എങ്ങനെ ആസിഡായിട്ട് മാറുന്നു എന്നുള്ള ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിനുള്ള ആൻസറായി. So when sulfur react with oxygen it will form sulfur dioxide. This sulfur dioxide again react with oxygen it will form sulfur trioxide. Then sulfur trioxide വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും. അപ്പോൾ അത് ആസിഡ് മീഡിയത്തിലേക്ക് മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ മോണോക്സൈഡ് ആയിട്ട് മാറും അല്ലേ. ഈ നൈട്രജൻ മോണോക്സൈഡ് വീണ്ടും ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറും. നേരത്തെ സൾഫർ ട്രയോക്സൈഡിൻ്റെ പറഞ്ഞ മാതിരി തന്നെ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് നൈട്രിക് ആസിഡായിട്ട് മാറും. അപ്പോൾ സൾഫർ ട്രയോക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡും നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് നൈട്രിക് ആസിഡുമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടുകളാണ് പ്രധാനമായിട്ടും ആസിഡ് റെയിന് കാരണമാവുന്നത്. ഇത് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ സി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ.
വാട്ട് ആർ ദ ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് ആസിഡ് റെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള താജ്മഹലിൻ്റെ അല്ല, ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള താജ്മഹലിൻ്റെ പിന്നെ ബ്യൂട്ടി നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ളതും ഈ ആസിഡ് റെയിൻ മൂലമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആസിഡ് റെയിൻ്റെ ഹാംഫുൾ ഇഫക്റ്റുകൾ എന്ന് നോക്കാം. ആസിഡ് റെയിൻ ഈസ് ഹാംഫുൾ ഫോർ അഗ്രികൾച്ചർ, ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ഇത് പ്രധാനമായിട്ടും കൃഷിയെ നന്നായിട്ട് ബാധിക്കും അല്ലേ. കൃഷി അതായത് പ്ലാന്റ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ കരിഞ്ഞു പോവും. ഇലകൾ കരിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നശിക്കുകയും അതോടുകൂടി ആ പ്ലാന്റ്സ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇറ്റ് കോസ് സ്കിൻ ക്യാൻസർ. ആസിഡ് റെയിൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ഇറ്റ് അഫക്റ്റ് ദ പ്ലാന്റ് ആൻഡ് ആനിമൽസ്. ഇത് പ്ലാന്റിനെയും ആനിമലിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഡാമേജസ് ബിൽഡിങ്സ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ്. നേരത്തെ പറഞ്ഞ താജ്മഹൽ ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങുകളുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ഗോപുരങ്ങളുടെയൊക്കെ ഭംഗി നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനൊക്കെ ഡാമേജ് വരുത്താൻ ഈ ആസിഡ് റെയിന് കാരണമാവുന്നുണ്ട്. ഇതേ ചോദ്യം തന്നെ 2010 സേ എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. വെൻ ദ pH ഓഫ് ദ റെയിൻ വാട്ടർ ഡ്രോപ്സ് ബിലോ 5.6 ഇറ്റ് ഈസ് കോൾഡ് ആസിഡ് റെയിൻ. വാട്ട് ആർ ദ മേജർ കോമ്പൗണ്ട്സ് റെസ്പോൺസിബിൾ ഫോർ ആസിഡ് റെയിൻ? വാട്ട് ആർ ദ ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് ആസിഡ് റെയിൻ? അപ്പോൾ അത് റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഇത്തവണ ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. സോ ഈ ആൻസറുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ചാപ്റ്ററിൽ നിന്നും ഈ യൂണിറ്റിൽ നിന്നും ഒറ്റ മാർക്ക് പോലും നഷ്ടപ്പെടാതെ ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. 2017 സേ എക്സാമിൽ 2 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഗീവ് എനി 2 ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. അതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ മാർച്ച് 2018 ചോദിച്ചിരുന്നു. റൈറ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. ഇനി അതേ ഉത്തരം വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ മാർച്ച് 2016 ചോദിച്ചിരുന്നു. റൈറ്റ് എനി 2 കോൺട്രിബ്യൂഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. അതിനൊരു ബി പാർട്ട് കൂടി ഉണ്ടായിരുന്നു. അത് മാക്സ് ദ ഫോളോയിങ് ആയിരുന്നു. CFC, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, കാഡ്മിയം, നൈട്രേറ്റ്. ദെൻ ബി പാർട്ടിൽ ബ്ലൂ ബേബി സിൻഡ്രം, കിഡ്നി ഡാമേജ്, യൂട്രോഫിക്കേഷൻ, ഓസോൺ ഡിപ്ലീഷൻ, റെഡ് ഏസ് ഇൻ ദ ട്രാഫിക്. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് കഴിഞ്ഞാലും 3നും ആൻസർ ഒന്നാണ് വരുന്നത് എങ്കിൽ കൂടി 3 രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ആൻസറാണ്. 2-3 പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള 2-3 മാർക്കുകൾ നമുക്ക് ഉറപ്പായും കിട്ടും. സോ ഗ്രീൻ കെമിസ്ട്രി ഡേ ടു ഡേ ലൈഫിലുള്ള ആപ്ലിക്കേഷൻ ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും കോൺട്രിബ്യൂഷൻ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്താൻ കഴിയുന്ന 3 പോയിന്റുകൾ നമുക്കറിയാം. ഒന്ന്, ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത് അല്ലേ. ക്ലോത്തിൻ്റെ ഡ്രൈ ക്ലീനിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രീൻ കെമിസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് യൂസിങ് ഓഫ് ടെട്രാക്ലോറോഇഥീൻ ഫോർ ഡ്രൈ ക്ലീനിങ് ഈസ് നൗ റീപ്ലേസ്ഡ് ബൈ എ പ്രോസസ് where liquefied carbon dioxide with a suitable detergent is used. Replacement of halogenated solvent by liquid carbon dioxide will result is less harm to groundwater. നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ടെട്രാക്ലോറോഇഥീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പൗണ്ട് ആയിരുന്നു. ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ സൂയിറ്റബിൾ ഡിറ്റർജൻറ്റിൽ നമ്മൾ ലയിപ്പിച്ചിട്ട് പുതിയ ഡിറ്റർജൻ്റായിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ. സോ ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലേ ഹാലജനേറ്റഡ് സോൾവെൻറ്റിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് നമുക്ക് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ടെട്രാക്ലോറോഇഥീൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് നമ്മൾ ഉപയോഗിച്ച ശേഷം നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ഗ്രൗണ്ട് വാട്ടറിനെ നന്നായിട്ട് ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു ഗ്രീൻ കെമിസ്ട്രിയുടെ ഡെവലപ്പോട് കൂടിയിട്ടാണ് അത് സാധ്യമായിട്ടുള്ളത്. സോ ഏറ്റവും സിമ്പിളായിട്ട് ഈ പോയിൻ്റെങ്കിലും ഓർത്തിരിക്കുക ഫോർ ദ ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്. ദെൻ സെക്കൻഡ് പോയിന്റ്, ബ്ലീച്ചിങ് ഓഫ് പേപ്പർ.
നേരത്തെ നമ്മൾ പറഞ്ഞത് ടെട്രാക്ലോറോ ഇതിന് ക്ലോറിൻ കോമ്പൗണ്ട് ആയിരുന്നെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ബ്ലീച്ചിങ്ങിനും ക്ലോറിൻ കോമ്പൗണ്ടുകളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് ക്ലോറിൻ ഹൈഡ്രജൻ പെറോക്സൈഡ് വിത്ത് സൂറ്റബിൾ കാറ്റലിസ്റ്റ്, നമ്മൾ എന്ത് ചെയ്തു, ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ യൂസ് ചെയ്തു അല്ലേ. സൂറ്റബിൾ ആയിട്ടുള്ള കാറ്റലിസ്റ്റും ഹൈഡ്രജൻ പെറോക്സൈഡും ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയ ബ്ലീച്ചിങ് പ്രോസസ്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വിച്ച് പ്രൊമോട്ട് ദ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ദ ബ്ലീച്ചിങ് പേപ്പർ. അപ്പോൾ അതൊരു ബ്ലീച്ചിങ് പേപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിനായിട്ടുള്ള ഈ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഈ ക്ലോറിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം പുതിയ പുതിയ കോമ്പൗണ്ടുകളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഗ്രീൻ കെമിസ്ട്രിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് മെയിൻ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം പുതിയ കോമ്പൗണ്ടുകളെ വികസിപ്പിച്ചെടുക്കാൻ നമ്മുടെ ഗ്രീൻ കെമിസ്ട്രിയുടെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് നമുക്ക് സാധ്യമായിട്ടുണ്ട് അല്ലേ. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് അന്തരീക്ഷത്തെ മലിനീകരണം പരമാവധി കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റുകൾ, ഹാംഫുൾ ഇഫക്റ്റുകൾ പരമാവധി കുറച്ചുകൊണ്ട് നമ്മൾ കെമിസ്ട്രിയെ മാക്സിമം ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള കെമിക്കലുകളെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ച് വന്നിരുന്ന ഈ ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിച്ചിരുന്ന ടെട്രാക്ലോറോ ഈഥീൻ, അതുപോലെ ബ്ലീച്ചിങ്ങിന് ഉപയോഗിച്ചിരുന്ന ക്ലോറിൻ, ഈ ക്ലോറിൻ ഒരു മെയിൻ പൊല്യൂട്ടൻ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അത് നന്നായിട്ട് സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ പുതിയ കോമ്പൗണ്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 പോയിന്റുകൾ ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്, രണ്ടാമത്തത് ബ്ലീച്ചിങ് ഓഫ് പേപ്പറാണ്. മൂന്നാമത്തത് സിന്തസിസ് ഓഫ് കെമിക്കൽ. ഗ്രീൻ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് പല പുതിയ കെമിക്കലുകളെയും, അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റുകൾ ഇല്ലാതെ കെമിക്കലുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളോട് സാധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്തനാൽ ഈസ് കൊമേഴ്സ്യലി പ്രിപ്പയർഡ് ബൈ ദ സ്റ്റെപ്പ് ഓക്സിഡേഷൻ ഓഫ് ഈഥീൻ ഇൻ ദ പ്രസൻസ് ഓഫ് അയോണിക് കാറ്റലിസ്റ്റ് ഇൻ അക്വസ് മീഡിയം വിത്ത് ആൻ ഈൽഡ് 19%. 90% എത്തനാൽ ലഭിക്കുന്ന രീതിയിൽ നമ്മൾ ഈഥീനെ ഓക്സിഡേഷൻ നടത്തിയിട്ട് നമുക്ക് എത്തനാൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലുള്ള കെമിക്കലുകൾ സിന്തസിസ് ചെയ്യാൻ ഗ്രീൻ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക: ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്, ബ്ലീച്ചിങ് ഓഫ് പേപ്പർ, സിന്തസിസ് ഓഫ് കെമിക്കൽ. ഇതൊക്കെ ഗ്രീൻ കെമിസ്ട്രിയുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ. പിന്നെ അതിൽ മാർച്ച് 2016 ചോദിച്ച ചോദ്യത്തിന് ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. അത് മാച്ച് ചെയ്തിട്ടുള്ള ആൻസർ ഇതാണ്. അതിൽ ഒന്നാമത്തത് CFC ആയിരുന്നു. CFC സെക്കൻഡ് പാർട്ടിലുള്ള ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ കഴിയുന്നത് ഓസോൺ ഡിപ്ലീഷൻ ആണ് അല്ലേ. CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഇതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് റേഡിയേഴ്സ് ഇൻ ദ ട്രാഫിക്. ദെൻ തേർഡ് വൺ കാഡ്മിയം കിഡ്നി ഡാമേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. കാഡ്മിയം കൂടുതൽ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളെ കിഡ്നിയെ നന്നായിട്ട് ബാധിക്കും. കാഡ്മിയം ബന്ധപ്പെട്ട് കിടക്കുന്നത് കിഡ്നി ഡാമേജുമായിട്ടാണ്. ദെൻ നൈട്രേറ്റുകൾ കാരണമാകുന്നത് ബ്ലൂ ബേബി സിൻഡ്രോമാണ്. സോ ഇത് ഓരോ ടൈപ്പ് പൊല്യൂട്ടൻറ്റും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകളുമാണ് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് എഴുതാനുണ്ടായിരുന്നത്. ഇത് 2015 എക്സാമിൽ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു. സ്മോഗ് ഈസ് ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് എയർ പൊല്യൂഷൻ. ദെൻ എ, ദ സ്മോഗ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റ് ഈസ് കോൾഡ് ഡാഷ്. ദെൻ എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ് സ്മോഗ് എന്ന് പറയുന്നത്. ദെൻ കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റിൽ കാണപ്പെടുന്ന സ്മോഗിൻ്റെ പേരെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് 3 പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ സ്മോഗ്, ഓർ ലണ്ടൻ സ്മോഗ്, ഓർ റെഡ്യൂസിങ് സ്മോഗ് എന്നുള്ള പേരിലാണ് അതിൽ അറിയപ്പെടുന്നത്. അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിലെ ബി പാർട്ട് നോക്കാം. എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. സോ നോർമലായിട്ട് സൂര്യനിൽ നിന്നും വരുന്ന ഹീറ്റ് എനർജി നമ്മുടെ ഭൂമിയിൽ തട്ടി തിരിച്ച് ഇൻഫ്രാറെഡ് റേഡിയേഷനായിട്ട് തിരിച്ച് സ്പേസിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയൊക്കെ കൂടുതൽ അളവ് അന്തരീക്ഷത്തിലുള്ളതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു പോകുന്ന ഈ റേഡിയേഷനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലുള്ള
മീഥേന്, വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ് പോലുള്ള കോമ്പൗണ്ടുകൾ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് സ്പേസിലേക്ക് പോവാതെ ഈ അന്തരീക്ഷത്തിന് ചുറ്റുമായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥ വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഗ്ലോബൽ മൊത്തമായിട്ട് ചൂടായി വരികയാണ് അല്ലേ, ചൂട് കൂടി വരുന്ന ഒരവസ്ഥ. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിങ് എന്ന് പറയുക. അത് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒന്നാണ് അല്ലേ. Greenhouse effect is the phenomenon in which the Earth atmosphere traps the heat from the sun and prevent it from escaping into outer space, resulting in rise of atmospheric temperature. സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമി ട്രാപ്പ് ചെയ്തിട്ട് അത് തിരിച്ച് സ്പേസിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുക അല്ലേ. So the Earth atmosphere allows most of the sunlight falls on it to pass through and it heat the surface of the Earth. So സൂര്യനിൽ നിന്നുള്ള മിക്കവാറുമുള്ള സൺലൈറ്റുകൾ ഭൂമിയിലൂടെ പാസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഭൂമി ചൂട് പിടിക്കാൻ തുടങ്ങും. But the heat radiated by the heated surface in the form of infrared radiation is absorbed by greenhouse gases such as carbon dioxide, CH4, O3 and chlorofluorocarbon, that is CFC, then water vapor, etc. Thus these gases prevent the heat radiation of the earth to go out in space. സോ ഭൂമിയിൽ ചൂട് പിടിച്ച വസ്തുക്കളിൽ നിന്നും പുറത്തുവിടുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ തിരിച്ച് സ്പേസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തിരിച്ചു പോകുന്ന ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ തടഞ്ഞു നിർത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, CH4, O3, ഓസോൺ, അതുപോലെ ക്ലോറോഫ്ലൂറോ കാർബൺ, വാട്ടർ വേപ്പർ തുടങ്ങിയൊക്കെ അന്തരീക്ഷത്തിലുള്ളതിൻ്റെ ഭാഗമായിട്ട്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മീഥേൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റേഡിയേഷൻ ഇൻഫ്രാറെഡ് റേഡിയേഷനായിട്ട് തിരിച്ച് സ്പേസിലേക്ക് പോകുന്നതിനെ തടഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, അല്ലെങ്കിൽ അതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാവുന്നത്. ഇതേ ചോദ്യം തന്നെ സേ എക്സാമിൽ 2016 സേ എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. ദ ഫിനോമിനൻ ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഈസ് ഡ്യൂ ടു ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. വാട്ട് ഈസ് എ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? ദെൻ ബി, വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സസീവ് ഹീറ്റിംഗ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇൻക്രീസിങ് ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് അത് നയിക്കുന്നുണ്ട്. അതായത് അന്തരീക്ഷത്തിലുള്ള ചൂട് മൊത്തമായിട്ട് കൂടുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Then second one, melting of polar ice cap and flooding of low-lying areas of all over the earth. അതായത് അന്തരീക്ഷത്തിൽ മൊത്തമായിട്ടുള്ള ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, സമുദ്രത്തിൽ ഒരുപാട് സ്ഥലത്ത് ഐസ് മൂടിക്കിടക്കുന്നുണ്ട്, മഞ്ഞ് മൂടിക്കിടക്കുന്ന മേഖലകളുണ്ട്. അവിടെയൊക്കെയുള്ള മഞ്ഞ് മലകൾ ഉരുകാൻ തുടങ്ങും. അങ്ങനെ ഉരുകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമുദ്രത്തിലുള്ള ജലനിരപ്പ് കൂടും. അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവാൻ തുടങ്ങും, അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാവാൻ അത് കാരണമായിട്ട് മാറും അല്ലേ. നമുക്കറിയാം, സമുദ്രത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ ഐസ് മൂടിക്കിടക്കുന്ന മേഖലകളുണ്ട്. ഇപ്പോൾ ഈ ടൈറ്റാനിക് സിനിമയൊക്കെ കണ്ടാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടൈറ്റാനിക് എന്നുള്ള കപ്പൽ പോയിട്ട് ഇടിക്കുന്നത് ഒരു മഞ്ഞു മലയിലാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബിൻ്റെ മുകളിൽ പോയിട്ടാണ് ഇടിക്കുന്നത്. സോ അതുപോലുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഈ സമുദ്രത്തിലുണ്ട്. ഈ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ മഞ്ഞുമലകളൊക്കെ ഉരുകും. സോ സമുദ്രത്തിലെ വാട്ടർ ലെവൽ കൂടും. വാട്ടർ ലെവൽ കൂടുമ്പോൾ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ലാൻഡുകളൊക്കെ വെള്ളത്തിനടിയിലാവും. സോ ഫ്ലഡിന് അത് കാരണമാകും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ദെൻ തേർഡ് വൺ, ഇൻക്രീസിങ് ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ദ ഇൻഫെക്റ്റിയസ് ഡിസീസ് ലൈക്ക് ഡെങ്കി, മലേറിയ, യെല്ലോ ഫീവർ, സ്ലീപ്പിംഗ് സിക്നസ് എക്സെട്ര. ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻ ഡിസീസുകളൊക്കെ കൂടും. അതായത് ഡെങ്കിപ്പനി, അതുപോലെ മലേറിയ, മഞ്ഞപ്പനി, അതുപോലെ സ്ലീപ്പിംഗ് സിക്നസ് അല്ലേ, ഇത്തരം രോഗങ്ങളൊക്കെ കൂടാൻ അത് കാരണമാകുന്നുണ്ട്. അവസാനമായി ഒരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുമ്പായി നേരത്തെ സൂചിപ്പിച്ച
പോലെ +1 കൂടുതൽ യൂണിറ്റുകൾ നിങ്ങളിലേക്ക് എത്താനും തുടർന്ന് അടുത്ത വർഷം +2 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുമെല്ലാം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതിനായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോസ് എത്തിച്ചുകൊണ്ട് നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അവസാന ചോദ്യം പരിശോധിക്കാം. മാർച്ച് 2017 ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഈസ് ദ ഇഫക്റ്റ് ഓഫ് അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ സറൗണ്ടിങ് ദാറ്റ് ഹാവ് ഹാംഫുൾ ഇഫക്റ്റ് ഓൺ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. അതിലെ പാർട്ട്, എക്സ്പ്ലെയിൻ ദ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ബി പാർട്ട്, ചൂസ് വൺ which is not component of photochemical smoke. Options are given: NO2, O3, SO2. സോ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലുള്ള പല ചേഞ്ചുകളും നമ്മുടെ പരിസ്ഥിതിയിൽ വരുത്തുന്നുണ്ട്. അത് നമ്മളെ ഹാംഫുള്ളായിട്ട് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ്സിനാണെങ്കിലും ആനിമൽസിനാണെങ്കിലും എല്ലാത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. അതിൽ എ പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എന്നാൽ കൂടി ഒരിക്കൽ കൂടി പറയാം. ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ദ ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസസ് ടു എ ലെവൽ വിച്ച് മേ ലീഡ്സ് ടു മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് ഫ്ലഡിംഗ് ഓഫ് ലോ ലയിങ് ഏരിയാസ് ഓഫ് ഓൾ ഓവർ ദ എർത്ത്. Increasing in the global temperature increases the incidence of infectious diseases like dengue, malaria, yellow fever, sleeping sickness. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള അതേ ആൻസർ തന്നെയാണ് വരുന്നത്. അതായത് മഞ്ഞുമലകളും മറ്റും ഉരുകാൻ തുടങ്ങും, ലോ ഏരിയകളിലൊക്കെ ഫ്ലഡിന് കാരണമാകും. അതുപോലെ തന്നെ ഇൻഫെക്റ്റിയസ് ഡിസീസുകളായ ഡെങ്കി, മലേറിയ, യെല്ലോ ഫീവർ, സ്ലീപ്പിംഗ് സിക്നസ് തുടങ്ങിയവയൊക്കെ കൂടാനൊക്കെ കാരണമാകുന്നുണ്ട്. Then second one ആയിരുന്നു, choose one which is not component of a photochemical smog. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാവാൻ കാരണമാവാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ ഇതിൽ നൈട്രജൻ ഡയോക്സൈഡും O3 ഓസോണും അതുപോലെ SO2 ആയിരുന്നു തന്നിരുന്നത്. ഇത് ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ ഭാഗമല്ലാത്തത് SO2 ആണ് അല്ലേ. അപ്പോൾ ആൻസർ ഈസ് SO2. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ ചെയ്ത് നോക്കുക, ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.